അതിരപ്പള്ളിയിലെ ഒരു വാർത്തയിലേക്ക്. അതിരപ്പള്ളിയിൽ തുടർച്ചയായി 15ാം ദിവസവും കാട്ടാന ഇറങ്ങിയിരിക്കുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട്. നേരം പുലർന്നിട്ടും ആന ജനവാസ മേഖലയിൽ തമ്പടിച്ചതോടെ നാട്ടുകാർ ആനയെ തുരത്തി എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ആനയെ ഓടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, കാണാം. ആന ജനവാസ മേഖലയിൽ ഇറങ്ങി വിവരം അറിയിച്ചിട്ടും പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയില്ല എന്നും നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആനന്ദ് പുത്തൂർ വിവരങ്ങൾ നൽകും. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരു നാട്ടിട വഴിയാണ്, ഒരു ചെറിയ വഴിയാണ്. അതുവഴി കാട്ടാന നടന്നു വരുന്നതാണ്. ഈ വിവരം കൃഷി വ്യാപകമായി നശിപ്പിച്ചതും മറ്റും അറിയിച്ചിരുന്നു. ഇവിടെ ഈ നേരം പുലർന്നിട്ടും ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു എന്ന കാര്യവും നാട്ടുകാർ അറിയിച്ചിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് വനംവകുപ്പിനെ. പക്ഷേ വനംവകുപ്പിൽ നിന്ന് ആരും എത്തിയില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ തുടർച്ചയായ 15ാം ദിവസമാണ് ഇവിടെ ഇങ്ങനെ കാട്ടാനയെ കാണുന്നത്. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. 15ാം ദിവസവും തുടർച്ചയായി ഈ കാട്ടാന ഇവിടെ ഉണ്ട്. വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു. വാഹനങ്ങളും ആളുകളും ഒക്കെ നടന്നു പോവുകയും കടന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന ഇടങ്ങളിലൂടെ ഇങ്ങനെ കാട്ടാന നടന്നു പോകുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യുന്നു. പക്ഷെ വനംവകുപ്പ് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. വിവരങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും വേണം. അത് തന്നെയാണ് പൊതുവെയുള്ള നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതി. കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി കാട്ടാന ഈ പ്രദേശത്ത് ഇറങ്ങിക്കൊണ്ട് വ്യാപകമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൃഷി നശിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം കാട്ടാന എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി അതിരപ്പള്ളി അടുത്ത് പിള്ളപ്പാറ റേഷൻ കടയ്ക്ക് മുകൾ വശത്താണ് ഈ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്. ആന ഇറങ്ങി കൃഷി മുഴുവൻ നശിപ്പിച്ചിരുന്നു. ഈ ജനവാസ മേഖലയിൽ നിന്ന് ഈ കാട്ടാന ഇറങ്ങി പോകുന്നു. നേരം വെളുത്തിട്ടും ഇത്തരത്തിൽ വാഴ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു പുലരുടേത്. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികൃതരെ വിവരം അറിയിച്ചിട്ടും വേണ്ട വിധത്തിലുള്ള പരിഹാര മേഖലകൾ കാണുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അവരുടെ പ്രധാനപ്പെട്ട പരാതി. എന്തായാലും രാവിലെ നാട്ടുകാരാണ് കാട്ടാനയെ തിരിച്ചു തുരത്തിയത്. എത്രയും പെട്ടെന്ന് തന്നെ വനംവകുപ്പ് പെട്ടെന്ന് തന്നെ പരിഹാരം കാണുമെന്നാണ് പൊതുവെയുള്ള ആവശ്യം. 15ാം ദിവസവും തുടർച്ചയായി കാട്ടാന ഇറങ്ങിയതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ആനന്ദ്.